നെഹമ്യ അധ്യായം 7. ദൈവമേ, നിന്റെ പ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. കോട്ട പണിതു തീർന്നു കതകുകൾ വയ്ക്കുകയും വാതിൽ കാവൽക്കാരെയും സംഗീതക്കാരെയും ലേവ്യരെയും നിയമിക്കുകയും ചെയ്ത ശേഷം ഞാൻ എൻ്റെ സഹോദരനായ ഹനാനിയെയും കോട്ടയുടെ അധിപനായ ഹനന്യായെയും യെരൂശലേമിന് അധിപതികളായി നിയമിച്ചു. ഇവൻ തിന്മയിൽ നിന്ന് അകന്നവനും വിശ്വസ്തനും ദൈവഭക്തനും ആയിരുന്നു. ഞാൻ അവരോട്, വെയിൽ ഉറയ്ക്കുന്നതുവരെ യെരൂശലേമിൻ്റെ വാതിലുകൾ തുറക്കരുത്. സന്ധ്യയാകാറാകുമ്പോൾ കതകടച്ചു അത്താഴം ഇടുവിക്കണം. യെരൂശലേം നിവാസികളിൽ നിന്ന് കാവൽക്കാരെ നിയമിച്ചു. ഓരോരുവനെ താന്താന്റെ കാവൽ സ്ഥലത്തും താന്താന്റെ വീടിനു നേരെയുമായി നിർത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു. പട്ടണം വിശാലവും വലിയതും അകത്ത് ജനം കുറവുമായിരുന്നു. വീടുകൾ പണിതിരുന്നില്ല. വംശാവലിപ്രകാരം എണ്ണം നോക്കേണ്ടതിന് പ്രഭുക്കന്മാരെയും പ്രമാണികളെയും ജനത്തെയും വരുത്തുവാൻ എൻ്റെ ദൈവം എൻ്റെ മനസ്സിൽ തോന്നിച്ചു. ആദ്യം മടങ്ങി വന്നവരുടെ ഒരു വംശാവലി രേഖ എനിക്ക് കിട്ടി. അതിലെഴുതി കണ്ടതെന്തെന്നാൽ, ബാബേൽ രാജാവായ നെബൂഖദ്നേസർ പിടിച്ചുകൊണ്ടുപോയ ബുദ്ധന്മാരുടെ പ്രവാസത്തിൽ നിന്ന് പുറപ്പെട്ട് യെരൂശലേമിലേക്കും യഹൂദ്യയിലേക്കും സ്വന്തം പട്ടണത്തിലേക്കും മടങ്ങി വന്ന ദേശനിവാസികൾ ഇവർ സെരുബ്ബാബേൽ, യോശുവ, നെഹമ്യ, അസറിയ, റയമ്യ, നഹമാനി, മൊർദെഖായി, ബിൽശാൻ, മിസ്പെരേത്ത്, ബിഗ്വാനി, നെഹും, ബയന എന്നിവരോടുകൂടെ മടങ്ങി വന്നു. ഇസ്രായേൽ ജനത്തിലെ പുരുഷന്മാരുടെ സംഖ്യ പരോഷിന്റെ മക്കൾ 2172. ശെഫത്യായുടെ മക്കൾ 372. ആരഹിന്റെ മക്കൾ 652. യോശുവയുടെയും യോവാബിൻ്റെയും മക്കളിൽ പഹത്ത് മോവാബിൻ്റെ മക്കൾ 2818. ഏലാമിൻ്റെ മക്കൾ 1254. സദ്ദൂവിൻ്റെ മക്കൾ 845. സക്കായിയുടെ മക്കൾ 760. ബിനൂവിയുടെ മക്കൾ 648. ബേബായിയുടെ മക്കൾ 628. അസ്ഗാദിൻ്റെ മക്കൾ 2322. അതോനിക്കാമിൻ്റെ മക്കൾ 677. ബിഗ്ഗായിയുടെ മക്കൾ 2067. ആദിയുടെ മക്കൾ 655. ഹിസ്കിയായുടെ സന്തതിയായ ആദേരിൻ്റെ മക്കൾ 98. ഹാഷൂമിൻ്റെ മക്കൾ 328. വേസായിയുടെ മക്കൾ 324. ഹരീഫിൻ്റെ മക്കൾ 112. ശിബയോന്യർ 95. ബെത്ലഹേമ്യരും നെതോഫാദ്യരും കൂടെ 188. അത്യോദ്യർ 128. ബേത് അസ്മാവേത്യർ 42. കുര്യത്തേയീം, കെഫീറ, ബെയറോത് എന്നിവയിലെ നിവാസികൾ 743. റാമക്കാരും ഗേബക്കാരും 621. മിക്മാസ് നിവാസികൾ 122. ബദേൽക്കാരും ഹായിക്കാരും 123. നെബോമിലെ നിവാസികൾ 52. ഏലാമിലെ നിവാസികൾ 1254. ഹാരീമിൻ്റെ മക്കൾ 320.
എറിഹോ നിവാസികൾ 345, ലോദിലെയും ഖാദീദിലെയും ഓനോയിലെയും നിവാസികൾ 721, സേനായ നിവാസികൾ 3930. പുരോഹിതന്മാർ യോശുവയുടെ ഗൃഹത്തിലെ യദയായുടെ മക്കൾ 973, ഇമ്മേരിന്റെ മക്കൾ 1052, പശ്ഹൂരിന്റെ മക്കൾ 1347, ഹരീമിന്റെ മക്കൾ 1017. ലേവ്യർ ഹോദവയുടെ മക്കളിൽ കദ്മിയേലിന്റെ മകനായ യോശുവയുടെ മക്കൾ 74. സംഗീതക്കാർ ആസാഫ്യർ 148. വാതിൽ കാവൽക്കാർ ശല്ലൂമിന്റെ മക്കൾ, ആദേരിന്റെ മക്കൾ, തൽമോന്റെ മക്കൾ, അക്കൂബിന്റെ മക്കൾ, ഹദിതയുടെ മക്കൾ, ഗോവായിയുടെ മക്കൾ, ആകെ 138. ദേവാലയ വേലക്കാർ സീഹയുടെ മക്കൾ, ഫസൂഫയുടെ മക്കൾ, തബയോത്തിന്റെ മക്കൾ, കേരോസിന്റെ മക്കൾ, സിയായുടെ മക്കൾ, പാദോന്റെ മക്കൾ, ലെബാനായുടെ മക്കൾ, ഹഗാബയുടെ മക്കൾ, സൽമായിയുടെ മക്കൾ, ഹാനാന്റെ മക്കൾ, ഗിദേലിന്റെ മക്കൾ, ഗാഹരിന്റെ മക്കൾ, മയായുടെ മക്കൾ, റസിന്റെ മക്കൾ, നെക്കോദയുടെ മക്കൾ, ഗസാമിന്റെ മക്കൾ, ഉസയുടെ മക്കൾ, പാസേഹയുടെ മക്കൾ, ബേസായിയുടെ മക്കൾ, മെയൂന്യരുടെ മക്കൾ, നെഫീത്യരുടെ മക്കൾ, ബെക്ബൂക്കിന്റെ മക്കൾ, ഹക്കൂഫയുടെ മക്കൾ, ഹർഹൂരിന്റെ മക്കൾ, ബസ്ലീത്തിമിന്റെ മക്കൾ, മെഹീദയുടെ മക്കൾ, ഹർഷയുടെ മക്കൾ, ബെർക്കോസിന്റെ മക്കൾ, നിസരയുടെ മക്കൾ, തേമഹിന്റെ മക്കൾ, നെസീഹയുടെ മക്കൾ, ഹദീഫയുടെ മക്കൾ, ശലോമോന്റെ ദാസന്മാരുടെ മക്കൾ, സോദായിയുടെ മക്കൾ, സോഫേരേത്തിന്റെ മക്കൾ, പെരീദയുടെ മക്കൾ, യാലയുടെ മക്കൾ, ദർക്കോന്റെ മക്കൾ, ഗിദ്ദേലിന്റെ മക്കൾ, ഷെഫത്യായുടെ മക്കൾ, ഫത്തീലിന്റെ മക്കൾ, പോക്കേരാത്ത്, സെബായിമിന്റെ മക്കൾ, ആമോന്റെ മക്കൾ, ദൈവാലയദാസന്മാരും ശലോമോന്റെ ദാസന്മാരുടെ മക്കളും ആകെ 392. തേൽമേലഹ്, തേൽഹർഷ, കെരൂബ്, അദ്ദോനിമേർ എന്നീ സ്ഥലങ്ങളിൽ നിന്ന് മടങ്ങി വന്നവർ ഇവർ. എങ്കിലും അവർ ഇസ്രായേല്യർ തന്നെയോ എന്ന് തങ്ങളുടെ പിതൃഭവനവും വംശോൽപത്തിയും കാണിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. ദലയായുടെ മക്കൾ, തോബിയായുടെ മക്കൾ, നെക്കോദയുടെ മക്കൾ ആകെ 642 പേർ. പുരോഹിതന്മാരിൽ ഹോവയുടെ മക്കൾ, ഹക്കോസിന്റെ മക്കൾ, ഗിലായാദ്യനായ ബർസില്ലായിയുടെ ഒരു പുത്രിയെ വിവാഹം കഴിച്ചു. അവരുടെ പേരിൻ പ്രകാരം വിളിക്കപ്പെട്ട ബർസില്ലായിയുടെ മക്കൾ. ഇവർ വംശാവലി രേഖ അന്വേഷിച്ചു കണ്ടെത്തിയില്ല. അതുകൊണ്ട് അവരെ പൗരോഹിത്യത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു. മഹാപുരോഹിതൻ എഴുന്നേൽക്കും വരെ അവർ അതിപരിശുദ്ധമായത് തിന്നരുതെന്ന് ദേശാധിപതി അവരോട് കൽപ്പിച്ചു. സഭയാകെ 47,360 പേരായിരുന്നു. അവരുടെ ദാസീദാസന്മാരായ 7,337 പേരെ കൂടാതെ തന്നെ അവർക്ക് 245 സംഗീതക്കാരും ശുശ്രൂഷക്കാരികളും ഉണ്ടായിരുന്നു. അവർക്ക് 736 കുതിരയെയും 245 കോവർ കഴുതകളും 435 ഒട്ടകങ്ങളും 6,720 കഴുതകളും ഉണ്ടായിരുന്നു.
പിതൃഭവന തലവന്മാരിൽ ചിലരും പുരോഹിതന്മാരും പണിക്കായി 1000 തങ്കക്കാശും 50 കിണ്ണങ്ങളും 530 പുരോഹിത വസ്ത്രവും ഭണ്ഡാരത്തിലേക്ക് കൊടുത്തു. കുടുംബത്തലവന്മാരിൽ ചിലർ പണിവക ഭണ്ഡാരത്തിലേക്ക് 20,000 തങ്കക്കാശും 2200 മാനേ വെള്ളിയും കൊടുത്തു. ശേഷമുള്ള ജനം 20,000 തങ്കക്കാശും 2000 മാനേ വെള്ളിയും 67 പുരോഹിത വസ്ത്രവും കൊടുത്തു. അങ്ങനെ പുരോഹിതന്മാരും ലേവ്യരും വാതിൽക്കാവൽക്കാരും സംഗീതക്കാരും ജനത്തിൽ ചിലരും ദൈവാലയദാസന്മാരും എല്ലാ ഇസ്രായേലും അവരവരുടെ പട്ടണങ്ങളിൽ പാർത്തു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.